നമസ്കാരം. പൈസ്റ്റൺ ഐടിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിറ്റർ സീനിയേഴ്സിൻ്റെ, അതായത് സെക്കൻഡ് ഇയർ ഫിറ്റേഴ്സിൻ്റെ പോർഷനിൽ ഉൾപ്പെടുന്ന ട്രാൻസ്മിഷൻ ഓഫ് പവർ എന്ന് പറഞ്ഞ ഒരു ചാപ്റ്ററാണ്. വളരെ വലിയൊരു ചാപ്റ്ററാണ്. ആദ്യം തന്നെ നിങ്ങൾക്ക് പവർ ട്രാൻസ്മിഷനെ കുറിച്ച് കൃത്യമായ ഒരു ധാരണ കാണില്ല. നമുക്ക് അതിൽ നിന്ന് തന്നെ തുടങ്ങാം. ഓക്കെ, പവർ ട്രാൻസ്മിഷൻ എലമെൻറ്റ്സ്. Power transmission is a movement of energy from a source to an output device that performs work. Power transmission involves the use of mechanical elements and put them at work. These elements include screws, wedges, pulleys, belts, cams, gears, pneumatics and hydraulic motors and many more. Okay, അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഓട്ടോമൊബൈലിലോട്ടാണോ ഒരു കാറിൽ നമ്മുടെ എൻജിൻ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് സൈഡിലാണ് അല്ലേ? എൻജിൻ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് സൈഡിലാണ്. നമുക്ക് ഡ്രൈവ് വരേണ്ടത്, വീലുകളിലേക്ക് ഫൈനൽ ഡ്രൈവ് വരുന്നത് നമ്മുടെ റെയർ വീലിലാണ്. അപ്പോൾ എൻജിനിൽ ഡെവലപ്പ് ചെയ്യുന്ന ഈ പവർ നമുക്ക് റെയർ വീലിൽ എത്തിക്കണം. അതിനെന്താണ് മാർഗം? ആ മാർഗം അടങ്ങിയിരിക്കുന്ന ആ വഴിക്ക് നമ്മൾ പറയുന്ന പേരാണ് ട്രാൻസ്മിഷൻ. ഓട്ടോമൊബൈലിലെ ട്രാൻസ്മിഷൻ എന്ന് പറയും. എൻജിനിൽ ഡെവലപ്പ് ചെയ്യുന്ന പവർ ഫ്ലൈ വീലിൽ നിന്ന് ക്ലച്ച് വഴി, ഗിയർ ബോക്സ് വഴി, പ്രൊപ്പലർ ഷാഫ്റ്റ് വഴി ഡിഫറൻഷ്യലിൽ എത്തിയിട്ടാണ് രണ്ട് റെയർ വീലിലോട്ടും പോയിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ അടങ്ങുന്നതാണ് ഓട്ടോമൊബൈലിലെ ട്രാൻസ്മിഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മെക്കാനിക്കലി നമ്മൾ ചിന്തിക്കാൻ നേരത്ത് പവർ, ഒരു സ്ഥലത്തുണ്ടാകുന്ന ഒരു മോഷൻ, ഒരു റോട്ടറി മോഷൻ ആകാം, ഒരു ലീനിയർ മോഷൻ ആകാം, ഇത് നമുക്ക് വേണ്ട സ്ഥലത്തേക്ക് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യണം. ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ സ്വീകരിക്കുന്നു, എന്തൊക്കെ മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നു? ഒരു ഉദാഹരണം പറഞ്ഞിരിക്കുന്നു. These elements include screws, wedges, pulleys, belts, cams, gears, pneumatics and hydraulics. നമ്മുടെ ഈ ചാപ്റ്റർ പവർ ട്രാൻസ്മിഷൻ, ഈ ചാപ്റ്റർ കഴിഞ്ഞ് ഇതിൻ്റെ തൊട്ടടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് ഹൈഡ്രോളിക്സ് ആൻഡ് ന്യൂമാറ്റിക്സ് എന്ന് പറയുന്നതാണ്. ഫ്ലൂയിഡ്സിനെ കുറിച്ചും എയറിനെ കുറിച്ചും പഠിക്കുന്ന ഒരു ചാപ്റ്റർ നമുക്ക് വരുന്നുണ്ട്. അതിലും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഈ പോർഷനിൽ, അതായത് ഈ യൂണിറ്റിൽ നമുക്ക് ഉള്ള കാര്യങ്ങളെന്ന് പറയുന്നത് പവർ ട്രാൻസ്മിഷൻ എലമെൻറ്റ്സ് ആയ ബെൽറ്റ്, റോപ്പ്, ചെയിന്, ഗിയർ, കപ്ലിങ്സ്, ഇതേപോലുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു ഓവറോൾ ഐഡിയ നിങ്ങൾക്ക് തരികയാണ് ഈ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. വളരെ വലിയൊരു പോർഷനാണ്. ബെൽറ്റ്, ചെയിന്, ഗിയർ, റോപ്പ്, കപ്ലിങ്സ്, ഈ കാര്യങ്ങളെന്നൊക്കെ പറയുന്നത് വളരെ വലിയൊരു സിലബസ് ആണ്. ഇതിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ബെൽറ്റിനെ കുറിച്ചാണ്. ബെൽറ്റ് ട്രാൻസ്മിഷൻ്റെ കുറച്ച് കാര്യങ്ങളും ടൈപ്സ് ഓഫ് ബെൽറ്റ് ഡ്രൈവ്സ്, അതാണ് മെയിനായിട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. ടൈപ്സ് ഓഫ് ബെൽറ്റ് ഡ്രൈവ്സ്, ബെൽറ്റ് ഡ്രൈവ്സ് ഏതൊക്കെ ടൈപ്സിലാണ്, ഏതൊക്കെ ടൈപ്പ് ഉണ്ട്, ഏതൊക്കെ ടൈപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, പ്രോപ്പർട്ടീസും മറ്റു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ സ്ലൈഡിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കണ്ടന്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് ബെൽറ്റ് ഡ്രൈവിനെ കുറിച്ച് മാത്രമാണ്. ബെൽറ്റ് ഡ്രൈവ് എന്താണ്, അതിലെ ടൈപ്സ്, ബെൽറ്റ് ഡ്രൈവിലെ ടൈപ്സ് പറഞ്ഞിരിക്കുന്നു. ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ്, ക്രോസ് ബെൽറ്റ് ഡ്രൈവ്, ബെൽറ്റ് ഡ്രൈവ് വിത്ത് ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് വിത്ത് ഐഡ്ലർ പുള്ളി, ക്വാർട്ടർ ടേൺ ബെൽറ്റ് ഡ്രൈവ്, കോൺ പുള്ളി ബെൽറ്റ് ഡ്രൈവ് ആൻഡ് ഫാസ്റ്റ് ആൻഡ് ലൂസ് പുള്ളി. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ആദ്യമായിട്ട് തന്നെ ബെൽറ്റ് ഡ്രൈവ് എന്താണെന്ന് നോക്കാം. Belt drives are one of the common methods generally used whenever power or rotary motion is required to transmit between two parallel shafts. രണ്ട് പാരലൽ ഷാഫ്റ്റുകൾ തമ്മിൽ നമുക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ റോട്ടറി മോഷൻ ട്രാൻസ്മിറ്റ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന ഒരു ഡ്രൈവ് സിസ്റ്റമാണ് നമ്മുടെ ബെൽറ്റ് ഡ്രൈവ് എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു തവണയെങ്കിലും നമ്മുടെ ധാന്യങ്ങൾ പൊടിക്കുന്ന ഫ്ലോർ മില്ലിൽ നിങ്ങൾ പോയിട്ടുണ്ടായിരിക്കും അല്ലേ? അവിടെ നിങ്ങൾ കണ്ടിരിക്കുന്ന സെയിം കാര്യം തന്നെ. അവിടെ ബെൽറ്റ് ഡ്രൈവ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബെൽറ്റ് ഉപയോഗിച്ച് അവിടെ മെയിൻ ഒരു 3 ഫേസ് ഒരു മോട്ടർ കാണും. ആ മോട്ടറിൻ്റെ ഷാഫ്റ്റിൽ നിന്ന് ഒരു പുള്ളി ഉപയോഗിച്ച് നമുക്ക് വേണ്ട മെഷീൻ ഏതാണോ, അരി പിടിപ്പിക്കുന്ന മെഷീനാകാം, അല്ലെങ്കിൽ ഗോതമ്പ് പിടിപ്പിക്കുന്ന മെഷീനാകാം, ആ മെഷീൻ്റെ ഷാഫ്റ്റിലോട്ട് ഒരു പുള്ളിയും കണക്ട് ചെയ്തിരിക്കുന്നു. ഈ രണ്ട് പുള്ളിയും തമ്മിൽ ഒന്ന് മോട്ടറിൻ്റെ പുള്ളിയും ഒരു പുള്ളി എന്ന് പറയുന്നത് മെഷീനിലെ പുള്ളിയും, ഈ രണ്ട് പുള്ളിയും തമ്മിൽ കണക്ട് ചെയ്യുന്നത് നമ്മൾ ബെൽറ്റ് ഉപയോഗിച്ചിട്ടാണ്. ബെൽറ്റ് ഡ്രൈവിന് ഏറ്റവും സിമ്പിളായിട്ട് പറയാവുന്ന ഒരു ഉദാഹരണമാണ് ഫ്ലോർ മില്ലിൽ കാണപ്പെടുന്ന ബെൽറ്റ് ഡ്രൈവ് സിസ്റ്റം. ഓക്കെ, ഇതിന് ഞാൻ നിങ്ങളോടിപ്പം പുള്ളി
ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ 2-3 തവണ പുള്ളി എന്ന് പറഞ്ഞല്ലേ. പുള്ളിയെക്കുറിച്ച് എന്തായാലും സംശയം ഉണ്ടായി. അപ്പം പുള്ളിയുടെ കാര്യം, പുള്ളി എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് മറ്റൊരു പേരും കൂടെ പറയുന്നു. പുള്ളിയെ നമ്മൾ ഷീവെന്നും കൂടെ പറയും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു, നമ്മുടെ ഇലക്ട്രിക് മോട്ടറിൻ്റെ ഷാഫ്റ്റിൽ നമ്മളൊരു വലിയൊരു ഡ്രം, ഒരു സർക്കുലർ ഷേപ്പിലുള്ള ഒരു ഡ്രം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, ഒരു ഡിസ്ക് പോലെ ഒരു ഡ്രം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആ ഡ്രമ്മിനെയാണ് നമ്മൾ പുള്ളി എന്ന് പറഞ്ഞത്. ഇതിൻ്റെ ഫേസിലാണ്, ഈ സർക്കംഫറൻസ് ഫേസിലാണ് നമ്മൾ ബെൽറ്റിനെ ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, മോട്ടറിൽ നിന്ന് ഒരു പുള്ളി വരുന്നു, മെഷീനിൽ നിന്ന് നമുക്ക് വേണ്ട മെഷീനിൽ നിന്ന് ഒരു പുള്ളി വരുന്നു. ഈ 2 പുള്ളീസിൻ്റെ സർക്കംഫറൻസിലാണ് നമ്മൾ ബെൽറ്റ് ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഇലക്ട്രിക് മോട്ടർ റൺ ചെയ്യാൻ നേരത്ത് മോട്ടർ റൺ ചെയ്യുന്ന ആ റൊട്ടേഷൻ നമ്മൾ മെഷീനിലോട്ട് നമ്മൾ കൊണ്ടുവരുന്നു. ഓക്കെ, മോട്ടറിൽ നിന്നുള്ള ഡ്രൈവ് നമ്മൾ മെഷീനിലോട്ട് കൊണ്ടുവരുന്നു. 2 പുള്ളീസ് വരുന്നു, പുള്ളീസിൽ ബെൽറ്റ് വന്നിരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി 2 സൈഡുണ്ട്. ഈ ബെൽറ്റിൻ്റെ 2 സൈഡിലുണ്ട് ഒരു അപ്പർ പോർഷനും ഉണ്ട്, ഒരു ലോവർ പോർഷനും ഉണ്ട്. ബെൽറ്റ് ഡ്രൈവിനെ കുറിച്ച് പറയുമ്പോൾ ബേസിക്കായിട്ട് ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, അതുകൊണ്ട് പറയുന്നതാണ്. ഈ ബെൽറ്റ് ഡ്രൈവിൽ 2 പുള്ളീസ് വന്നിരിക്കുന്നു, ഇതിൽ ബെൽറ്റ് വന്നിരിക്കുന്നു. അപ്പർ സൈഡും ഉണ്ട്, ലോവർ സൈഡും ഉണ്ട്. അപ്പർ സൈഡിനെ നമ്മൾ ടൈറ്റ് സൈഡ് എന്ന് പറയും, മുകളിലത്തെ സൈഡിനെ നമ്മൾ ടൈറ്റ് സൈഡ് എന്ന് പറയും, താഴത്തെ സൈഡിനെ നമ്മൾ സ്ലാക്ക് സൈഡ് എന്ന് പറയും. ഓക്കെ, പുള്ളീസ് എന്താണെന്ന് മനസ്സിലായി. 2 സൈഡുകൾ, ടൈറ്റ് സൈഡും സ്ലാക്ക് സൈഡും. അടുത്ത കാര്യം എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. ദ ബോഡി ദാറ്റ് ഗീവ്സ് റൊട്ടേഷൻ ഓർ മോഷൻ ഈസ് കോൾഡ് ഡ്രൈവർ. നമുക്ക് മോഷൻ തരുന്ന അല്ലെങ്കിൽ റൊട്ടേഷൻ തരുന്ന ആ പുള്ളിയെ നമ്മൾ പറയും ഡ്രൈവർ എന്ന് പറയും. മില്ലിലെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഇലക്ട്രിക് മോട്ടറിൽ ഫിക്സ് ചെയ്തിരിക്കുന്ന ആ പുള്ളി, അതിനെ നമ്മൾ ഡ്രൈവർ എന്ന് പറയും. ഓക്കെ, അടുത്ത കാര്യം പറഞ്ഞിരിക്കുന്നു. ദ ബോഡി വിച്ച് റിസീവ്സ് മോഷൻ ഈസ് കാൾഡ് ഡ്രിവൺ. ഡ്രൈവർ ചലിപ്പിക്കുന്നത് എന്തിനെയാണോ, ഡ്രൈവർ കറങ്ങുന്നതിൽ നിന്ന് ആ കറക്കം ഉൾക്കൊണ്ടാണ് നമ്മുടെ രണ്ടാമത്തെ മിഷന്റെ പുള്ളി റൊട്ടേറ്റ് ചെയ്യുന്നത്. ആ മോഷൻ സ്വീകരിക്കുന്ന പുള്ളി ഏതാണോ അതിനെ നമ്മൾ പറയും ഡ്രിവൺ പുള്ളി എന്ന് പറയും. അപ്പം 2 പുള്ളിയായി, ഡ്രൈവർ പുള്ളിയും ഡ്രിവൺ പുള്ളിയും. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. അടുത്ത പറഞ്ഞിരിക്കുന്നത് ടൈപ്സ് ഓഫ് ബെൽറ്റ് ഡ്രൈവ്. ഏതൊക്കെ രീതിയിലുള്ള ബെൽറ്റ് ഡ്രൈവുകളുണ്ട് ഇത് തന്നെയായിരുന്നു നമ്മൾ കണ്ടന്റിൽ പറഞ്ഞിരിക്കുന്നത്. പലതരത്തിലുള്ള ബെൽറ്റ് ഡ്രൈവുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ്, ക്രോസ് ബെൽറ്റ് ഡ്രൈവ്, ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് വിത്ത് ഐഡ്ലർ പുള്ളി, ക്വാർട്ടർ ടേൺ ബെൽറ്റ് ഡ്രൈവ്, കോൺ പുള്ളി അഥവാ സ്റ്റെപ്ഡ് പുള്ളി ബെൽറ്റ് ഡ്രൈവ്, കോമ്പൗണ്ട് ബെൽറ്റ് ഡ്രൈവ്, ഫാസ്റ്റ് പുള്ളി ആൻഡ് ലൂസ് പുള്ളി. ഇതിൽ ഫസ്റ്റ് ഓപ്പൺ ബെൽറ്റ് ഡ്രൈവിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഈ കൊടുത്തിരിക്കുന്നത് ഓപ്പൺ ബെൽറ്റ് ഡ്രൈവിന്റെ ഒരു ഫിഗർ ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ 2 പുള്ളീസ് കാണാം, ഒന്ന് ഡ്രൈവർ പുള്ളിയും ഒന്ന് ഡ്രിവൺ പുള്ളിയും. ഇതിൽ നിന്ന് ഡയറക്റ്റ് നമ്മൾ ബെൽറ്റ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. അതിൽ പുള്ളീസ് റൊട്ടേറ്റ് ചെയ്യുന്ന ഡയറക്ഷനും കൃത്യമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. രണ്ടും റൊട്ടേറ്റ് ചെയ്യുന്നത് സെയിം ഡയറക്ഷനിൽ, ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്തിരിക്കുന്നു. ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് നമ്മൾ യൂസ് ചെയ്യുന്നത് സെയിം ഡയറക്ഷനിൽ റൊട്ടേഷൻ എടുക്കാൻ വേണ്ടിയാണ്. ഡ്രൈവർ കറങ്ങുന്ന അതേ റൊട്ടേഷനിൽ തന്നെ ഡ്രിവണും കറങ്ങണം. ഈ കണ്ടീഷൻ വരുമ്പോഴാണ് നമ്മൾ ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് ചൂസ് ചെയ്യുന്നത്. ദിസ് ഡ്രൈവ് ഈസ് യൂസ്ഡ് വെൻ ദ ഡയറക്ഷൻ ഓഫ് ദ പുള്ളീസ് ഈസ് സെയിം. പുള്ളീസിന്റെ ഡയറക്ഷൻ സെയിം ആയിട്ട് വരുന്ന കണ്ടീഷനിലാണ് നമ്മൾ സാധാരണയായിട്ട് ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. 2 പുള്ളീസ് കൊടുത്തിരിക്കുന്നു. പുള്ളീസിൽ ബെൽറ്റിൽ 2 സൈഡ്, മുകളിലത്തെ സൈഡിനെ ടൈറ്റ് സൈഡ് എന്നും പറയുന്നു, താഴത്തെ സൈഡിനെ സ്ലാക്ക് സൈഡ് എന്നും പറയുന്നു. അടുത്തത് രണ്ടാമത്തെ ബെൽറ്റ് ഡ്രൈവ് ആണ് ക്രോസ് ബെൽറ്റ് ഡ്രൈവ്. ഓപ്പൺ ബെൽറ്റ് ഡ്രൈവായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കാണാം ക്രോസ് ബെൽറ്റ് ഡ്രൈവിന്റെ വ്യത്യാസം എന്താണെന്ന്. അവിടെ ഡയറക്റ്റ് ഓപ്പൺ ആയിട്ടായിരുന്നു ബെൽറ്റ് കണക്ട് ചെയ്തിരിക്കുന്നത്, പക്ഷേ ഇവിടെ ബെൽറ്റ് കണക്ട് ചെയ്തിരിക്കുന്നത് ക്രോസ് ആയിട്ടാണ്. അത് ഇന്റർസെക്ട് ചെയ്തിരിക്കുന്നത് ക്രോസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. In case of this drive, the pulleys rotate in opposite direction. 2 ഓപ്പൺ ബെൽറ്റ് ഡ്രൈവും ക്രോസ് ബെൽറ്റ് ഡ്രൈവും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞിരിക്കുന്നു. ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് ആണെങ്കിൽ 2 പുള്ളീസും കറങ്ങുന്നത് സെയിം ഡയറക്ഷനിലായിരിക്കും. എന്നാൽ നമ്മൾ ക്രോസ് ബെൽറ്റ് ഡ്രൈവിലോട്ട് വരാൻ നേരത്ത് 2 പുള്ളീസും കറങ്ങുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ആ ഡയറക്ഷൻ ആ ഫിഗറിൽ നീറ്റായിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇതിന്റെ വേറെ കാര്യം പറഞ്ഞിരിക്കുന്നു. ദ ആംഗിൾ ഓഫ് ദ 2 ബെൽറ്റ് ഈസ് ഈക്വൽ. ദ ബെൽറ്റ് ബെൻസ് ഇൻ ഡിഫറെന്റ് പ്ലെയിൻസ്. ഇതിന്റെ ആംഗിൾ എന്ന് പറയുന്നത്, ആംഗിൾ ഓഫ് അല്ലെ ആർക്ക് ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത് സെയിം ആണ്. അതുകൊണ്ട് തന്നെ ഈ ബെൽറ്റ് ബെൻഡ് ചെയ്യുന്നത് പല പ്ലെയിൻസിൽ നിന്നാണ് ബെൽറ്റിന് ടെൻഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ആസ് എ റിസൾട്ട് ഓഫ് ദിസ് ബെൽറ്റ് വിയേഴ്സ് വെരി ഫാസ്റ്റ്. ഇതിൽ പെട്ടെന്ന് തേയ്മാനം ഉണ്ടാകും. കാരണം പിടുത്തം കൂടുതലാണ്, ആർക്ക് ഓഫ് കോണ്ടാക്ട് കൂടുതലാണ്, പല പ്ലെയിനിൽ നിന്ന് ഇതിനകത്ത് ഫോഴ്സ് വരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ തേയ്മാനം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ദിസ് ടൈപ്പ് ഓഫ് ഡ്രൈവ് ഈസ് നോട്ട് പ്രിഫേർഡ് ഫോർ പവർ ട്രാൻസ്മിഷൻ. പവർ ട്രാൻസ്മിഷന് കൂടുതലായിട്ടൊന്നും നമ്മൾ ക്രോസ് ബെൽറ്റ് ഡ്രൈവ് യൂസ് ചെയ്യുന്നില്ല. അങ്ങനെ ദിസ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ട്രാൻസ്മിഷൻ ഓഫ് സ്പീഡ് അറ്റ് ലോ പവർ. ലോ പവറിൽ ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ, പവർ ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ മറ്റുമൊക്കെയാണ് നമ്മൾ ക്രോസ് ബെൽറ്റ്
ബെൽറ്റ് ഡ്രൈവ് യൂസ് ചെയ്യുന്നത്. ക്രോസ് ബെൽറ്റ് ഡ്രൈവ് യൂസ് ചെയ്യുന്നത് മെഷീൻ ഷോപ്പിൽ കണ്ടിരിക്കുന്നത് യൂസ് ചെയ്തിരിക്കുന്ന ഒരു ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്ലെയിനർ മിഷൻ, ഷേപ്പിംഗ് മിഷൻ്റെ കുറച്ചും കൂടെ വലുതായ പ്ലെയിനർ മിഷൻ. നിങ്ങൾക്കറിയാം നമ്മുടെ മെഷീൻസിലെല്ലാം ഒരു ഫോർവേഡ് സ്ട്രോക്കും ഉണ്ട്, ഒരു റിവേഴ്സ് സ്ട്രോക്കും ഉണ്ട്, അഥവാ കട്ടിംഗ് സ്ട്രോക്കും ഉണ്ട്, റിട്ടേണിംഗ് സ്ട്രോക്കും ഉണ്ട്. പ്ലെയിനിങ് മിഷൻ്റെ കാര്യത്തിലാണെങ്കിൽ കട്ടിംഗ് സ്ട്രോക്ക് പോകുന്നത് ഓപ്പൺ ബെൽറ്റ് ഡ്രൈവിലാണ്. പ്ലെയിനിങ് മിഷൻ്റെ കാര്യത്തിൽ കട്ടിംഗ് സ്ട്രോക്ക്, അതായത് ഫോർവേഡ് സ്ട്രോക്ക് പോകുന്നത് ഓപ്പൺ ബെൽറ്റ് ഡ്രൈവിലാണ്. പക്ഷേ തിരിച്ചു വരുമ്പോൾ ടേബിൾ പുറമോട്ട് വരുന്ന റിവേഴ്സ് ഡയറക്ഷനിൽ വരേണ്ട സാഹചര്യത്തിൽ ബെൽറ്റ് ഡ്രൈവും നേരെ മാറി ക്രോസ് ബെൽറ്റ് ഡ്രൈവ് ആകുകയും അങ്ങനെയാണ് പ്ലെയിനിങ് മിഷനിൽ ഫോർവേഡ് ആൻഡ് റിവേഴ്സ് മോഷൻ നമ്മൾ അറ്റൈൻ ചെയ്യുന്നത് ബെൽറ്റ് ഡ്രൈവ് വഴിയാണ്. ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് ആണ് നമ്മൾ ഫോർവേഡ് സ്ട്രോക്കിൽ യൂസ് ചെയ്യുന്നത്. എന്നാൽ റിട്ടേണിംഗ് സ്ട്രോക്കിൽ, റിവേഴ്സ് സ്ട്രോക്കിൽ നമ്മൾ ബെൽറ്റ് ഡ്രൈവ് നേരെ ക്രോസ് ബെൽറ്റ് ഡ്രൈവും അങ്ങനെയാണ് ഡയറക്ഷൻ നമ്മൾ ചേഞ്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു, ഓപ്പൺ ബെൽറ്റ് ഡ്രൈവും ക്രോസ് ബെൽറ്റ് ഡ്രൈവും. വളരെ ഈസി ആയിട്ട് തന്നെ മനസ്സിലാക്കാം. ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് ആണെങ്കിൽ പുള്ളീസ് സെയിം ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യും. എന്നാൽ ക്രോസ് ബെൽറ്റ് ഡ്രൈവ് ആണെങ്കിലോ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യും. അടുത്തതിന്റെ ഫിഗർ ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് വിത്ത് ഐഡ്ലർ പുള്ളി ഓർ ജോക്കി പുള്ളി. ഇതൊരു ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് തന്നെയാണ്. പക്ഷേ അതിൻ്റെ അകത്ത് ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐഡ്ലർ പുള്ളി എന്ന് പറഞ്ഞാൽ മറ്റൊരു പുള്ളി, മൂന്നാമതൊരു പുള്ളിയും കൂടെ ഇതിൽ ആഡ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ആ ഫിഗർ നമുക്ക് നോക്കാം. ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് പോലെ തന്നെ രണ്ട് പുള്ളീസ് കൊടുത്തിരിക്കുന്നു. ബെൽറ്റ് ഓപ്പൺ ടൈപ്പായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. പക്ഷേ ചെറിയ പുള്ളിയുടെ സ്ലാക്ക് സൈഡിൽ, അതായത് ചെറിയ പുള്ളിയുടെ താഴത്തെ ലോവർ വെർഷനിൽ നമ്മളൊരു ഐഡ്ലർ പുള്ളിയും കൂടെ കണക്ട് ചെയ്തിരിക്കുന്നു. ഇങ്ങനെ വരുന്ന ബെൽറ്റ് ഡ്രൈവിനെയാണ് നമ്മൾ പറയുന്നത് ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് വിത്ത് ഐഡ്ലർ പുള്ളി. എന്തിനാണ് ഐഡ്ലർ പുള്ളി നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് നമ്മൾ ഈ ബെൽറ്റ് ഡ്രൈവ് യൂസ് ചെയ്യുന്നത് നോക്കാം. It is used when an open belt drive cannot be used because of smaller arc of contact on the smaller pulley. ഓപ്പൺ ബെൽറ്റ് ഡ്രൈവിൻ്റെ കാര്യം പറഞ്ഞു, ആർക്ക് ഓഫ് കോണ്ടാക്ട് കുറച്ച് കുറവാണ്. ക്രോസ് ബെൽറ്റ് ഡ്രൈവിലോട്ട് വരുമ്പം ആർക്ക് ഓഫ് കോണ്ടാക്ട് കുറച്ച് കൂടുതലാണെന്നും പറഞ്ഞു. ഓപ്പൺ ബെൽറ്റ് ഡ്രൈവിൽ ആർക്ക് ഓഫ് കോണ്ടാക്ട് കുറവാണ്. അപ്പോൾ ആർക്ക് ഓഫ് കോണ്ടാക്ട് കുറവാണെങ്കിൽ നമുക്ക് വേണ്ട രീതിയിലുള്ള ബെൽറ്റ് ഡ്രൈവിൽ ട്രാൻസ്മിഷൻ നടക്കുന്നത് പുള്ളിയും ബെൽറ്റും ഫേസും തമ്മിലുള്ള ആ ഫ്രിക്ഷൻ ഉപയോഗിച്ചാണ് പുള്ളി കറങ്ങുമ്പോൾ നമ്മുടെ ബെൽറ്റും കറങ്ങി നമുക്ക് ട്രാൻസ്മിഷൻ നടക്കുന്നത്. അപ്പോൾ വേണ്ട രീതിയിലുള്ള ടെൻഷൻ നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ ആർക്ക് ഓഫ് കോണ്ടാക്ട് കുറവാണ് ഓപ്പൺ ബെൽറ്റ് ഡ്രൈവിൽ. അതേപോലെ തന്നെ ദ റിക്വയർഡ് ടെൻഷൻ കനോട്ട് ബി ഒബ്റ്റൈൻഡ് ബൈ എനി അതർ മീൻസ്. നമുക്ക് വേണ്ട ടെൻഷന് ഈ ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് വഴി അറ്റൈൻ ചെയ്യാൻ പറ്റുന്നില്ല. ആ സാഹചര്യത്തിലാണ് നമ്മളൊരു ചെറിയ പുള്ളി, അതിനെയാണ് ഐഡ്ലർ പുള്ളി എന്ന് പറയുന്നത്, ചെറിയ പുള്ളി നമ്മൾ സ്ലാക്ക് സൈഡിൽ, അതായത് ചെറിയ പുള്ളിയോട് ചേർന്ന് സ്ലാക്ക് സൈഡിൽ ഒരു ഐഡ്ലർ പുള്ളി നമ്മൾ കണക്ട് ചെയ്യും. അങ്ങനെ കണക്ട് ചെയ്യാൻ നേരത്ത് എന്ത് സംഭവിക്കും, ആർക്ക് ഓഫ് കോണ്ടാക്ട് കൂടും, ബെൽറ്റിന് കുറച്ചും കൂടെ ടെൻഷൻ കിട്ടും. ആ സാഹചര്യത്തിലാണ് നമ്മൾ ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് വിത്ത് ഐഡ്ലർ പുള്ളി ഓർ ജോക്കി പുള്ളി എന്ന ബെൽറ്റ് ഡ്രൈവ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അടുത്തത് ക്വാർട്ടർ ടേൺ ബെൽറ്റ് ഡ്രൈവ്. പേര് കേൾക്കുമ്പോൾ എന്തോ വലിയ കാര്യമാണെന്ന് തോന്നും. നമ്മൾ കുട്ടനാട്ടുകാരൊക്കെ ഡെയിലി കാണാറുള്ള ഒരു സാധനം തന്നെയാണിത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സിമ്പിൾ എക്സാമ്പിൾ, നമ്മുടെ പാടശേഖരങ്ങളിലൊക്കെ വെള്ളം പറ്റിക്കാൻ ഉപയോഗിക്കുന്ന മോട്ടർ തറ എന്ന് പറയും, അവിടെ യൂസ് ചെയ്യുന്ന ബെൽറ്റ് ഡ്രൈവാണ്. അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ആ പെട്ടിയും പറയും, ആ പറ കറങ്ങുന്നത് 90 ഡിഗ്രി, കറക്റ്റ് വെർട്ടിക്കലായിട്ടാണ് നിർത്തിയിരിക്കുന്നത്. ആ ഡ്രം നിർത്തിയിരിക്കുന്നത് 90 ഡിഗ്രിയിലാണ്. അത് 90 ഡിഗ്രിയിലാണ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ മോട്ടർ ഇരിക്കുന്നത് ഹൊറിസോണ്ടൽ ലെവലിലായിരിക്കും. ഹൊറിസോണ്ടൽ ലെവലിലിരിക്കുന്ന മോട്ടറിൽ നിന്ന് എൻ്റെ പറ ഇരിക്കുന്നത് 90 ഡിഗ്രിയിലും. ഈ ഹൊറിസോണ്ടൽ ലെവലിൽ വരുന്ന ഡ്രൈവ് എനിക്ക് ഇവിടെ വരുമ്പോൾ വെർട്ടിക്കൽ ആവണം, ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ആവണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 ഡിഗ്രിയിൽ എനിക്ക് ബെൽറ്റ് ഡ്രൈവ് ഉപയോഗിച്ച് പവർ ട്രാൻസ്മിഷൻ നടത്തണം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 90 ഡിഗ്രിയിൽ എനിക്ക് പവർ ട്രാൻസ്മിഷൻ നടത്താൻ വേണ്ടി ഞാൻ ചൂസ് ചെയ്യുന്ന ബെൽറ്റ് ഡ്രൈവ് ആണ് ക്വാർട്ടർ ടേൺ ബെൽറ്റ് ഡ്രൈവ്. ഓക്കെ, ഇതിൽ നിന്ന് കിട്ടുന്നത് ഫിഗറിൽ നീറ്റായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ രണ്ട് പുള്ളീസും കറങ്ങുന്ന ഡയറക്ഷൻ സെയിം ആയിരിക്കും. ഡ്രൈവർ പുള്ളി ഏത് ഡയറക്ഷനിൽ കറങ്ങുന്നോ അതേ ഡയറക്ഷനിൽ തന്നെയായിരിക്കും ഡ്രിവൺ പുള്ളിയും കറങ്ങുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കുക, 90 ഡിഗ്രിയിൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. In this configuration, both the shafts are placed 90 degree to each other. This has maximum chances of belt slipping over the pulley. സ്ലിപ്പിങ്ങിനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഈ ക്വാർട്ടർ ടേൺ ബെൽറ്റ് ഡ്രൈവിൻ്റെ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നു. ഇത് ഒഴിവാക്കാൻ, സ്ലിപ്പിംഗ് ഒഴിവാക്കാൻ വേണ്ട കാര്യവും പറഞ്ഞിരിക്കുന്നു. ടു അവോയ്ഡ് ദിസ്, the pulley face should be more than 1.4 times the width of the belt.
സ്ലിപ്പിംഗ് അവോയ്ഡ് ആക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുള്ളിയുടെ ഫേസ്, മോട്ടറിൽ കണക്ട് ചെയ്തിരിക്കുന്ന ആ ഡ്രം പോലിരിക്കുന്ന സർക്കുലർ ഷേപ്പിലുള്ള ആ പുള്ളിയുടെ ഫേസ്, അതിൻ്റെ ഫേസ് തിക്നെസ് ബെൽറ്റിൻ്റെ വിഡ്ത്ത് എത്രയാണോ അതിനെക്കാട്ടിലും 1.4 ടൈംസ്, അത്രയും മടങ്ങ് കൂടുതലായിരിക്കണം. ബെൽറ്റിൻ്റെ വിഡ്ത്തിനെക്കാട്ടിലും 1.4 ടൈംസ് കൂടുതലായിരിക്കണം നമ്മുടെ പുള്ളിയുടെ ഫേസ് വിഡ്ത്ത്. അങ്ങനെ വരികയാണെങ്കിൽ ക്വാർട്ടർ ടേൺ ബെൽറ്റ് ഡ്രൈവിലെ സ്ലിപ്പിംഗ് എന്ന് പറഞ്ഞ ആ ടെൻഡൻസി നമുക്ക് ഒഴിവാക്കിയെടുക്കാനായിട്ട് പറ്റും. ക്വാർട്ടർ ടേൺ ബെൽറ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 ഡിഗ്രിയിൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. സെയിം ഡയറക്ഷനിലായിരിക്കും, ഒരേ ഡയറക്ഷനിലായിരിക്കും രണ്ട് പുള്ളീസും റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓർത്ത് വെക്കുക, ഒരേ ഡയറക്ഷനിലായിരിക്കും. അടുത്തത് എന്താണെന്ന് നോക്കാം. അടുത്തതും സെയിം ഫിഗറാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഐഡ്ലർ പുള്ളി പോലെ ഇവിടെ ഒരു ഗൈഡ് പുള്ളി വന്നിരിക്കുന്നു. ആ ബെൽറ്റിൽ ഒരു ഗൈഡ് പുള്ളി വന്നിരിക്കുന്നു. എന്താണ് ഗൈഡ് പുള്ളി കൊടുത്തതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. In the same type, there is another arrangement in which guide pulleys are used. This arrangement is used when reversible motion is required. ഞാൻ ആദ്യം പറഞ്ഞു ക്വാർട്ടർ ടേൺ ബെൽറ്റ് ഡ്രൈവിൽ രണ്ട് പുള്ളീസും റൊട്ടേറ്റ് ചെയ്യുന്നത് സെയിം ഡയറക്ഷനിലാണ്. എങ്കിൽ എനിക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷൻ കിട്ടണം, ഒന്ന് കറങ്ങുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മറ്റൊന്ന് കിട്ടണം എന്ന് വെക്കുക, റിവേഴ്സ് ഡയറക്ഷനിൽ കിട്ടണമെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ഗൈഡ് പുള്ളിയും കൂടെ ഇവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കും. ഇതിൽ ഒരു ഗൈഡ് പുള്ളിയും കൂടെ നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കും. അങ്ങനെ റിവേഴ്സ് ഡയറക്ഷനിൽ റിവേഴ്സ് മോഷൻ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്ത ബെൽറ്റ് ഡ്രൈവിനെ കുറിച്ച് പറയുന്നു. കോമ്പൗണ്ട് ബെൽറ്റ് ഡ്രൈവ്. എന്താ കോമ്പൗണ്ട് ബെൽറ്റ് ഡ്രൈവ് എന്ന് നമുക്ക് നോക്കാം. This type is used when one driver pulley is assigned to transmit power to more than one pulleys. ആ ഫിഗർ നോക്കുക. ആ ഫിഗറിൽ ഒരു മോട്ടർ കൊടുത്തിരിക്കുന്നു. മോട്ടറിൽ ഒരു പുള്ളിയും വന്നിരിക്കുന്നു. അതാണ് മോട്ടറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ബ്ലൂ കളറിൽ വന്നിരിക്കുന്ന ആ പുള്ളിയാണ് അവിടുത്തെ ഡ്രൈവർ. ആ ഡ്രൈവർ പുള്ളിയായിട്ട് ബെൽറ്റ് വന്ന് നേരെ ആ ഒരു ഗ്രീൻ പുള്ളിയിൽ കൊണ്ടുപോയി കണക്ട് ചെയ്തിരിക്കുന്നു. ഓക്കെ, ആ ഫസ്റ്റ് കേസിൽ നിങ്ങൾ നോക്കുക, മോട്ടറും ആ ഗ്രീൻ പുള്ളിയും കൂടെ വരുന്ന ആ പോർഷൻ നോക്കുക. മോട്ടറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന പുള്ളിയുടെ കളർ എന്ന് പറയുന്നത് ബ്ലൂ ആണ്. അതിൽ നിന്ന് അടുത്ത പുള്ളി വന്നിരിക്കുന്നത് ഗ്രീൻ ആണ്. ഓക്കെ, മോട്ടറിൽ നിന്നുള്ള ഡ്രൈവ് ഇപ്പം നമുക്ക് എവിടെ എത്തി നിൽക്കുന്നു? ഗ്രീൻ പുള്ളിയിൽ എത്തി നിൽക്കുന്നു. ഓക്കെ, ആ ഗ്രീൻ പുള്ളിയുടെ ആ സൈഡിൽ തന്നെ, ആ ഷാഫ്റ്റിൽ തന്നെ നമ്മൾ വേറെ ഒരു പുള്ളിയും കൂടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നു. അവിടെ വേറൊരു പുള്ളി വന്നിരിക്കുന്നു. ഓക്കെ, അത് രണ്ടാമത്തെ സ്റ്റേജായിട്ട് നിങ്ങൾ കാണുക. ഓക്കെ, ഇതിനെ നമുക്ക് രണ്ട് സ്റ്റേജായിട്ട് പറയാം. ഫസ്റ്റ് സ്റ്റേജ് ഇലക്ട്രിക് മോട്ടറും ഗ്രീൻ പുള്ളി വരെ വന്ന് നിൽക്കുന്ന ആ സ്റ്റേജും, അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഗ്രീൻ പുള്ളിയും ബ്ലൂ പുള്ളിയും കൂടെ നിൽക്കുന്ന ഒരു ഷാഫ്റ്റ് ഉണ്ട്, രണ്ടാമത്തെ ഘട്ടം. ആ ഷാഫ്റ്റിൽ നിന്ന് എടുത്തിരിക്കുന്ന വേറൊരു സിസ്റ്റവും. അപ്പോൾ ഒരു മോട്ടറിൽ നിന്ന് തന്നെ പല മിഷൻസ് നമുക്ക് റൺ ചെയ്യിക്കണം. നമുക്ക് വേണമെങ്കിൽ അപ്പം കോമ്പൗണ്ട് ബെൽറ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞ ബെൽറ്റ് ഡ്രൈവ് നമുക്ക് ചൂസ് ചെയ്യാം. മറ്റൊരു ഷാഫ്റ്റിൻ്റെ ലൈനിൽ നമുക്കൊരു ഡ്രൈവർ പുള്ളി അഡീഷണൽ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ മെയിൻ ഡ്രൈവ് നമുക്ക് കിട്ടുന്നത് ഇലക്ട്രിക് മോട്ടറിൽ നിന്നായിരിക്കും. ഇലക്ട്രിക് മോട്ടറിൽ നിന്ന് കിട്ടുന്ന ഡ്രൈവ് മറ്റൊരു ഷാഫ്റ്റിൽ, മറ്റൊരു ലൈനിൽ വന്നിരിക്കുന്നു. ആ ലൈനിൽ നിന്ന് നമുക്ക് മറ്റൊരു ഡയറക്ഷനിലോട്ട് വേണമെങ്കിലും മറ്റൊരു മെഷീൻ പ്രവർത്തിപ്പിക്കാൻ വേണമെങ്കിലും നമുക്ക് ബെൽറ്റിൻ്റെ കണക്ഷൻ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നിങ്ങൾ ഫ്ലോർ മില്ലിൽ കാണുന്ന ആ ഒരു സംഭവം തന്നെയാണ്. ഫ്ലോർ മില്ലിലേക്ക് ഒരൊറ്റ മോട്ടറേ കാണത്തുള്ളൂ. ആ ഒറ്റ മോട്ടറിൽ നിന്ന് തന്നെയാണ് നമ്മൾ പല മെഷീൻസും നമ്മൾ റൺ ചെയ്യിക്കുന്നത്. ബെൽറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ മാറിയിട്ട് കൊടുക്കുന്നത് നിങ്ങൾ അവിടെ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് അവരവിടെ ഡ്രൈവ് അറ്റൈൻ ചെയ്തിരിക്കുന്നത്. അതാണ് കോമ്പൗണ്ട് ബെൽറ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പുള്ളീസ് എന്താണെന്നാണ് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. എ പുള്ളി ഈസ് എ വീൽ ഓൺ എ ആക്സിൽ ദാറ്റ് ഈസ് ഡിസൈൻഡ് ടു സപ്പോർട്ട് ദ മൂവ്മെന്റ് ഓഫ് ദ കേബിൾ ഓർ ബെൽറ്റ് അലോങ് ഇറ്റ്സ് circumference. The pulleys are used in variety of ways to lift loads, apply forces and to transmit power. Pulleys എന്തൊക്കെ കാര്യത്തിലാണ് യൂസ് ചെയ്തേക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ്സ് യൂസ് ടു ട്രാൻസ്മിറ്റ് പവർ, ലിഫ്റ്റ് ലോഡ്സ്, അപ്ലൈ ഫോഴ്സസ്. ഇത് കാര്യത്തിനൊക്കെ വേണ്ടിയാണ് നമ്മൾ പുള്ളീസ് സാധാരണ യൂസ് ചെയ്യുന്നത്. എ പുള്ളി ഈസ് ഓൾസോ കോൾഡ് ഷീവ് ആൻഡ് മെനി ഹാവ് എ ഗ്രൂവ് ബിറ്റ്വീൻ ദ ടു ഫ്ലാഞ്ചസ് അറൗണ്ട്സ് ഇറ്റ്സ് സർക്കംഫറൻസ്. ചില പുള്ളികളൊക്കെ വരാൻ നേരത്തെ അതിലൊരു ഗ്രൂവ് കാണാം, ഒരു വി ഷേപ്പിലുള്ളൊരു ഗ്രൂവ് കൂടെ ഫ്ലാഞ്ചസിനിടയിൽ കാണാൻ സാധിക്കും. അങ്ങനത്തെ പുള്ളീസും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. The drive element of the pulley system can be rope, cable, belt, chain or etc. ആ ഡ്രൈവ് എലമെന്റ് എന്ന് പറയുന്നത് പുള്ളിയായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഒന്നെങ്കിൽ റോപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ബെൽറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ചെയിൻ ആയിരിക്കാം, അല്ലെങ്കിൽ കേബിൾസ് ആയിരിക്കാം. ഈ കാര്യങ്ങളൊക്കെയാണ് അവിടുത്തെ ഡ്രൈവ് എലമെന്റ് എന്ന കാറ്റഗറിയിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. പുള്ളീസ് എന്താണെന്ന് ഞാൻ ഓൾറെഡി തന്നെ ഒരു ഐഡിയ നിങ്ങൾക്ക് തന്നതാണ്. ഓക്കെ, അടുത്തത് എന്താണെന്ന് നോക്കാം. ഓക്കെ,
സ്റ്റെപ്പ്ഡ് പുള്ളി ഡ്രൈവ് അഥവാ കോൺ പുള്ളി ഡ്രൈവ് എന്ന് പറഞ്ഞിരിക്കുന്നു. കോൺ പുള്ളി ഡ്രൈവ് എന്താണെന്ന് നമുക്ക് നോക്കാം. It is used to alter the speed of the driven shaft by keeping the driving shaft at a speed constant. നമുക്ക് ഡ്രിവൺ ഷാഫ്റ്റിൻ്റെ സ്പീഡ് പല സ്പീഡ് നമുക്ക് വേണം എങ്കിലോ നമ്മുടെ ഡ്രൈവിംഗ് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നത് ഒരു സ്പീഡിലായിരിക്കും. ഡ്രൈവർ ആണല്ലോ നമുക്ക് മോഷൻ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് മോഷൻ കൊടുക്കുന്നത്. ഓക്കെ, ഡ്രൈവർ ഒരു പർട്ടിക്കുലർ സ്പീഡിൽ ഒരു പർട്ടിക്കുലർ RPM റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ നമുക്ക് ഡ്രിവൺ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യേണ്ടത് പല RPM-ലാണ്. പറഞ്ഞ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഡ്രില്ലിംഗ് മെഷീൻ, നമ്മുടെ വർക്ക്ഷോപ്പിൽ യൂസ് ചെയ്യുന്ന ഡ്രില്ലിംഗ് മെഷീൻ്റെ കാര്യം എടുക്കുക. നമ്മൾ ബെൽ ഡ്രൈവിലുള്ള ഒരു ഡ്രില്ലിംഗ് മെഷീനാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. മോട്ടറുമായിട്ട് ഡ്രൈവർ പുള്ളി കണക്ട് ചെയ്തിരിക്കുന്നു. മോട്ടർ കറങ്ങുന്ന RPM കോൺസ്റ്റന്റ് RPM മോട്ടർ കറങ്ങുന്നു. അതിൻ്റെ പുള്ളിയും കറങ്ങുന്നത് ആ സെയിം RPM-ൽ ഡ്രൈവർ പുള്ളി റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഡ്രിവൺ പുള്ളിയിൽ നമ്മൾ പല സ്റ്റെപ്പുകളായിട്ടാണ്, പല പുള്ളീസിലോട്ട് നമ്മൾ ഈ ബെൽറ്റിനെ മാറ്റിയിട്ടിട്ടാണ് പല സ്പീഡ് നമ്മൾ എടുക്കുന്നത്. ഡ്രിവൺ പുള്ളി പല സ്പീഡിലാണ് നമ്മൾ പല ആപ്ലിക്കേഷനിൽ പല പീസും ഡ്രിൽ ചെയ്യാൻ നേരത്ത് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, നോക്കുക, നമ്മുടെ ഫിഗറിൽ കൊടുത്തിരിക്കുന്നു. മെയിൻ ഡ്രൈവർ ഷാഫ്റ്റ് വന്നിരിക്കുന്നു. മെയിൻ ഡ്രൈവർ ഷാഫ്റ്റിൽ നിന്ന് ഡ്രിവൺ ഷാഫ്റ്റിലോട്ട് വന്നിരിക്കുന്നു. ഓക്കെ, ഡ്രിവൺ ഷാഫ്റ്റിൽ പല സ്റ്റെപ്പുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പല സ്റ്റെപ്പുകളിലോട്ട് നമ്മൾ ബെൽറ്റിനെ മാറ്റി ഇടാൻ നേരത്ത് ഡ്രൈവർ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡ് ആയിരിക്കില്ല ഡ്രിവൺ ഷാഫ്റ്റിന് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ കിട്ടുന്നത്. ചിലപ്പം ഇതിനെക്കാട്ടിലും കൂടിയ സ്പീഡിൽ ചിലപ്പോൾ റൊട്ടേറ്റ് ചെയ്യേണ്ടി വരും, ചിലപ്പം കുറഞ്ഞ സ്പീഡിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യേണ്ടി വരും. സാധാരണയായിട്ട് നോക്കുകയാണെങ്കിൽ വലിയ പുള്ളിയിൽ നിന്ന് ചെറിയ പുള്ളിയിലേക്ക് വരാൻ നേരത്ത് സ്പീഡ് കൂടും, ചെറിയ പുള്ളിയിൽ നിന്ന് വലിയ പുള്ളിയിലോട്ട് പോകാൻ നേരത്ത് സ്പീഡ് കുറയും. ഈ രീതിയിൽ നമ്മൾ ബെൽറ്റിനെ മറ്റുമൊക്കെ മാറ്റിയിട്ടിട്ടാണ് നമ്മൾ ഡിഫറെൻറ്റ് സ്പീഡ് നമ്മൾ അറ്റൈൻ ചെയ്തെടുക്കുന്നത്. To do this, the belt drive has to be shifted from one pulley to another. സ്പീഡ് ഓൾട്ടർ ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ സിമ്പിളായിട്ട് ഒരു പുള്ളിയിൽ നിന്ന് മറ്റൊരു പുള്ളിയിലേക്ക് ഈ ബെൽറ്റിനെ നമ്മൾ മാറ്റിയിടുക. എന്നിട്ട് നമുക്ക് പല സ്പീഡ് ഡ്രൈവർ ഷാഫ്റ്റിൻ്റെ RPM അല്ലാതെ വേറൊരു RPM-ൽ നമുക്ക് കൂടിയ RPM-ലോ കുറഞ്ഞ RPM-ലോ ഡ്രിവൺ ഷാഫ്റ്റിനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യിക്കണമെങ്കിൽ നമുക്ക് ഈ ഡ്രൈവ് നമുക്ക് യൂസ് ചെയ്യാം. ഇത് സാധാരണയായിട്ട് നമ്മുടെ മെഷീൻ ഷോപ്പിൽ യൂസ് ചെയ്യുന്നത് ലെയ്ത്തിലും ഡ്രില്ലിംഗ് മെഷീനിലും മറ്റുമൊക്കെയാണ്. ഇത് നമ്മൾ സ്റ്റെപ്പ്ഡ് കോൺ പുള്ളി ഡ്രൈവ് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് ഫാസ്റ്റ് പുള്ളി ലൂസ് പുള്ളി. ഫാസ്റ്റ് പുള്ളി ലൂസ് പുള്ളി എന്താണ് നമുക്ക് നോക്കാം. These are two pulleys placed side by side on the revolving shaft which is driven by another shaft by belt used to engage and disengage the machinery driven. When the machine is to be stopped, the belt is transferred from the pulley fixed to the shaft to the pulley which revolves freely upon it and vice versa. എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് മെയിനായിട്ടൊരു പവർ സോഴ്സ് ഉണ്ട്, മെയിനായിട്ടൊരു മോട്ടറുണ്ട്. ആ മോട്ടറിൽ നിന്നാണ് നമ്മൾ പല മെഷീൻസ്, എൻ്റെ ഷോപ്പിൽ എനിക്കൊരു 3 മെഷീൻസ് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ നടക്കുന്ന 3 മെഷീൻസ് എനിക്കുണ്ട്. ഒരു മെയിൻ പവർ സോഴ്സിൽ നിന്ന് ബെൽറ്റ് ഡ്രൈവാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. 3 സെപ്പറേറ്റ് പവർ സോഴ്സ് ഒന്നുമില്ല. ഒരു പവർ സോഴ്സിൽ നിന്ന് എനിക്ക് 3 മെഷീൻസ് കണ്ടിന്യൂസ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടിന്യൂസ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എനിക്ക് ഈ 3 മെഷീനിൽ രണ്ടാമത്തെ മെഷീൻ ഒന്ന് ഓഫ് ചെയ്യേണ്ടി വന്നു. പക്ഷേ 1ഉം 3ഉം മെഷീൻ, ബാക്കിയുള്ള മെഷീനുകൾ കണ്ടിന്യൂസ് ആയിട്ട് അപ്പോഴും വർക്ക് നടക്കുകയാണ്. നമ്മുടെ കാര്യം പറഞ്ഞിരിക്കുന്നത് എനിക്ക് ഒരു പവർ സോഴ്സേ ഉള്ളൂ. പവർ സോഴ്സ് ഓൺ ആകുമ്പോൾ മെഷീൻ ഓൺ ആകും, പവർ സോഴ്സ് ഓഫ് ആകുമ്പോൾ മെഷീൻ ഓഫ് ആകും. സാധാരണഗതിയാണെങ്കിൽ അങ്ങനെയാണ് അല്ലേ. 3 മെഷീൻ അറ്റ് എ ടൈം ഓടിക്കൊണ്ടിരിക്കുകയാണ്. പവർ കൊടുക്കുമ്പോൾ ഈ പവർ എലമെന്റിൽ നിന്ന് ബെൽ ഡ്രൈവ് വഴി 3 മെഷീനിലോട്ടും ഡ്രൈവ് പോകുന്നു, മെഷീൻ വർക്ക് ചെയ്യുന്നു. പക്ഷേ എനിക്കിതിൻ്റെ ഒരു മെഷീൻ പെട്ടെന്നൊന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് സ്റ്റോപ്പായി പോയി എന്ന് വെക്കുക, സ്റ്റോപ്പ് ആക്കേണ്ട ഒരു സാഹചര്യം വന്നു, ബാക്കി 2 മെഷീനും റൺ ചെയ്യണം. ആ സാഹചര്യത്തിലാണ് ഞാൻ ഫാസ്റ്റ് പുള്ളി ലൂസ് പുള്ളി എന്ന് പറഞ്ഞ ഒരു സിസ്റ്റത്തിലേക്ക് ഞാൻ കടക്കുന്നത്. ഓക്കെ, ഇതിൽ 2 പുള്ളീസ് ഉണ്ട്. 2 പുള്ളീസ് സൈഡ് ബൈ സൈഡായിട്ട് ഒന്നിന് അപ്പുറത്ത് ഒരു സൈഡിലായിട്ട് 2 പുള്ളീസും കണക്ട് ചെയ്തിരിക്കുന്നു. ഒന്ന് ഫാസ്റ്റ് പുള്ളി, ഒന്ന് ലൂസ് പുള്ളി. ഈ ഫാസ്റ്റ് പുള്ളി എന്ന് പറയുന്നത് മിഷൻ ഷാഫ്റ്റിൽ റിജിഡായിട്ട് കപ്പിൾ ചെയ്തിരിക്കും, കീ ചെയ്തിരിക്കും. ഫാസ്റ്റ് പുള്ളി മിഷൻ ഷാഫ്റ്റുമായിട്ട് റിജിഡായിട്ട് കീ ചെയ്തിരിക്കും. എന്നാൽ ലൂസ് പുള്ളി എന്ന് പറയുന്നത് ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുകയാണ്. പവർ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ളൊരു കഴിവ് നമ്മുടെ ഈ ലൂസ് പുള്ളിക്കില്ല. ഫാസ്റ്റ് പുള്ളിയാണ് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഞാൻ ഈ പറഞ്ഞ കണ്ടീഷൻ കൃത്യമായിട്ട് മനസ്സിലായോ? ഇതിൻ്റെ നീഡ്, ഞാൻ ഈ പറഞ്ഞ ഫാസ്റ്റ് പുള്ളി ആൻഡ് ലൂസ് പുള്ളിയുടെ നീഡ് എന്താണെന്ന് നമുക്ക് നോക്കാം.
The need for fast and loose pulley arrangement arises when many machines obtain power from a main driving shaft. In this case, some machines have to be run intermediately without having to start or stop the main driving shaft. ഞാൻ പറഞ്ഞ ഉദാഹരണം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു പവർ സോഴ്സിൽ നിന്ന് ഒരു ഡ്രൈവിംഗ് ഷാഫ്റ്റിൽ നിന്ന് ഒന്നിലധികം മെഷീൻസ് കണക്ട് ചെയ്തിരിക്കുന്നു. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എനിക്ക് ഒരു മെഷീൻ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ ഡ്രൈവിംഗ് ഷാഫ്റ്റിനെ അഫക്റ്റ് ചെയ്യാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി മെഷീൻസ് അവിടെ റൺ ചെയ്യും. ഞാൻ ഓഫ് ചെയ്യേണ്ട മെഷീൻ മാത്രം അതിൽ നിന്ന് കട്ട് ഓഫ് ചെയ്ത് മാറ്റുന്നു. അങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ കൊടുത്തിരിക്കുന്ന മാർഗമാണ് ഈ ഫാസ്റ്റ് പുള്ളി ലൂസ് പുള്ളി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ഫിഗർ നോക്കുക. ഡ്രൈവിംഗ് ഷാഫ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ ഡ്രൈവിംഗ് പുള്ളിയിൽ നിന്നുള്ള ഡ്രൈവ് വന്നിരിക്കുന്നു. അവിടെ റൈറ്റ് സൈഡിൽ 2 പുള്ളീസ്, ഒന്ന് ഫാസ്റ്റ് പുള്ളി ഒന്ന് ലൂസ് പുള്ളിയും കൊടുത്തിരിക്കുന്നു. ഞാൻ പറഞ്ഞു ഫാസ്റ്റ് പുള്ളിയാണ് മെഷീൻ ഷാഫ്റ്റുമായിട്ട് കീ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഡ്രൈവിംഗ് പുള്ളിയിൽ നിന്ന് വരുന്ന ഡ്രൈവ് ഫാസ്റ്റ് പുള്ളി വഴി മെഷീനെ വർക്ക് ചെയ്യിക്കുന്നു. എനിക്ക് മെഷീൻ സ്റ്റോപ്പ് ചെയ്യേണ്ട സാഹചര്യം വരുമ്പം ഈ നമ്മൾ ബെൽറ്റ് ഫോർക്ക് ഉപയോഗിച്ച് നേരെ ഈ ഫാസ്റ്റ് പുള്ളിയിൽ നിന്ന് ലൂസ് പുള്ളിയിലേക്ക് ബെൽറ്റ് ട്രാൻസ്ഫർ ചെയ്യും. ഫാസ്റ്റ് പുള്ളിയിൽ നിന്ന് ലൂസ് പുള്ളിയിലേക്ക് ബെൽറ്റ് ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ ബെൽറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ നേരത്ത് ലൂസ് പുള്ളി സെയിം RPM റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ലൂസ് പുള്ളിക്ക് ഇല്ല. ബെൽറ്റ് നേരെ അങ്ങോട്ട് മാറി, പക്ഷേ മെഷീൻ വർക്ക് ചെയ്യില്ല. ഈ ബെൽറ്റ് കറങ്ങുന്നുണ്ട്, ലൂസ് പുള്ളിയും കറങ്ങുന്നുണ്ട്, പക്ഷേ മെഷീൻ വർക്ക് ചെയ്യുന്നില്ല. കാരണം ലൂസ് പുള്ളിക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല. ഈ സാഹചര്യത്തിലാണ് നമ്മൾ ഫാസ്റ്റ് പുള്ളിയും ലൂസ് പുള്ളിയും നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അതൊരു വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും. ആ വീഡിയോയിൽ നിങ്ങൾ നോക്കുക. അവിടെ ഒരു ബെൽറ്റ് വന്നിരിക്കുന്നു. ബെൽറ്റിനോട് ചേർന്ന് 2 പുള്ളീസും കാണാം. ഇപ്പോൾ ഫാസ്റ്റ് പുള്ളിയിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഫാസ്റ്റ് പുള്ളിയിലാണ് ഇപ്പം ബെൽറ്റ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഫാസ്റ്റ് പുള്ളിയിൽ ബെൽറ്റ് കണക്ട് ചെയ്തിരിക്കുന്നു. എൻ്റെ മെഷീനിലേക്കാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ ഡ്രില്ലിംഗ് മെഷീനാണ്. ഡ്രില്ലിംഗ് മെഷീൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്കിപ്പോൾ എൻ്റെ മെഷീൻ ഓഫ് ചെയ്യണമെന്ന് പറയാൻ നേരത്ത് ഓട്ടോമാറ്റിക്കലി ഞാൻ ആ ബെൽറ്റിനെ ലൂസ് പുള്ളിയിലോട്ട് നോക്കിക്കൊള്ളുക. ഇപ്പോൾ ഫാസ്റ്റ് പുള്ളിയിലാണ് ബെൽറ്റ് കിടക്കുന്നത്. മെഷീൻ കറക്റ്റായിട്ട് റൺ ചെയ്യുന്നുണ്ട്. മെഷീൻ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പവർ സോഴ്സിൽ നിന്ന് തന്നെ പല മെഷീൻസ് അവിടെ റൺ ചെയ്യുന്നുണ്ട്. എനിക്ക് ആ മെഷീൻ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരുമ്പോഴത്തേക്കും ഫാസ്റ്റ് പുള്ളിയിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ ഫോർഗോൾ ഉപയോഗിച്ച് ലൂസ് പുള്ളിയിലോട്ട് ബെൽറ്റിനെ ട്രാൻസ്മിറ്റ് ചെയ്തു. ബെൽറ്റ് എപ്പോഴും കറങ്ങുന്നുണ്ട്. ലൂസ് പുള്ളി വഴി ബെൽറ്റ് എപ്പോഴും ഇവിടെ കറങ്ങുന്നുണ്ട്. പക്ഷേ മെഷീൻ ഓഫായി. കാരണം ലൂസ് പുള്ളിയിലാണ് ബെൽറ്റ് ഇട്ടിരിക്കുന്നത്. ലൂസ് പുള്ളിക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് ഇല്ല. തിരിച്ച് വർക്ക് ചെയ്യേണ്ടപ്പോഴാണ് ലൂസ് പുള്ളിയിൽ നിന്ന് തിരിച്ച് ഫാസ്റ്റ് പുള്ളിയിലേക്ക് ബെൽറ്റ് വരുന്നു. ആ ഫാസ്റ്റ് പുള്ളിയാണ് മെഷീൻ ഷാഫ്റ്റുമായിട്ട് കീ ചെയ്തിരിക്കുന്നത്. ഫാസ്റ്റ് പുള്ളിയിൽ കണക്ട് ചെയ്തിരിക്കുന്നു. എൻ്റെ മെഷീൻ അവിടെ വർക്ക് ചെയ്യുന്നു. സിമ്പിളായിട്ടുള്ള ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് എന്ന് പറയുന്നത് പവർ ട്രാൻസ്മിഷനിലെ ബെൽറ്റ് ഡ്രൈവ് ആയിരുന്നു. ബെൽറ്റ് ഡ്രൈവ് എന്താണെന്ന് പറഞ്ഞു. ബെൽറ്റ് ഡ്രൈവിൽ ഏതൊക്കെ രീതിയിലുള്ള ബെൽറ്റ് ഡ്രൈവുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ്, ക്രോസ് ബെൽറ്റ് ഡ്രൈവ്, ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് വിത്ത് ഐഡ്ലർ പുള്ളി, ക്വാർട്ടർ ടേൺ ബെൽറ്റ് ഡ്രൈവ്. ക്വാർട്ടർ ടേൺ ബെൽറ്റ് ഡ്രൈവിൽ തന്നെ ഗൈഡ് പുള്ളി യൂസ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. പിന്നെ നമ്മൾ കോമ്പൗണ്ട് ബെൽറ്റ് ഡ്രൈവ് പറഞ്ഞു. അതിനുശേഷം നമ്മൾ പറഞ്ഞത് സ്റ്റെപ്പ്ഡ് ഗോൺ പുള്ളീസ്, നമ്മുടെ ഡ്രില്ലിംഗ് മെഷീനിലും ലേത്തിലൊക്കെ യൂസ് ചെയ്യുന്ന സ്റ്റെപ്പ്ഡ് ഗോൺ പുള്ളീസ്, ഫാസ്റ്റ് പുള്ളീസ് ആൻഡ് ലൂസ് പുള്ളീസ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കുക. അത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.